Daily. Taste the Daily. ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനസ്. സങ്കീർത്തനം 64 ഞാൻ എല്ലാ ദിവസവും വായിക്കും. കുടില ബുദ്ധിയെ തകർക്കണമേ. അവർ തങ്ങളുടെ നാവുകൾ വാള് പോലെ മൂർച്ചയുള്ളതാക്കുന്നു. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വലിയൊരു സെലിബ്രിറ്റി ആയ നമ്മളെ ഏഴുപുന്ന ബൈജു ചേട്ടന്റെ വീട് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, ഞങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്, അതാണ് വ്യത്യാസം. ഇങ്ങോട്ട് ഇറങ്ങ്, എന്റെ പെർസ്പെക്റ്റീവിൽ നിൽക്ക്. കണ്ടാ ഇപ്പൊ നോക്കിയേ ഇങ്ങനെ ഉണ്ട് ഈ ലോകം. നല്ല രസല്ലേ? ചന്ദനം ഉണ്ട് അവിടെ, അത് മുറിച്ചോണ്ട് പോകാൻ പറ്റുമോ? കുഴപ്പമില്ല, എനിക്ക് ചന്ദനം തൊടാനായിരുന്നു എന്ത് ചെയ്യാം. ചന്ദനം തൊടാൻ ചന്ദനമരം മുറിച്ചോണ്ട് പോയ എന്റെ പൊന്നെ. ഓ എന്താണ് ഫോട്ടോ? ഇതേ ഒരു പോസിൽ ഇപ്പൊ നിക്കാൻ പറഞ്ഞത്. പക്ഷെ ഇതിൽ നല്ല ചോക്ലേറ്റ് അതാ. അതിന്റെ ഇത് മാത്രം എടുത്തോ, ഇതിങ്ങനെ ഇതെടുത്തോ, ഇതിൽ നിന്ന് എടുത്തോ. ഇല്ല ഒരെണ്ണം ഇപ്പൊ കഴിക്കണം എല്ലാവർക്കും. എന്റെ ഒന്നുമില്ല. ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സോഫകൾ എന്താണത്? ഇവിടെ മമ്മൂക്ക, ഇവിടെ ലാലേട്ടൻ, ഇവിടെ സുരേഷ് ഗോപി. ഇതെനിക്ക് മമ്മൂക്ക തന്നതാ. ഇതാണ് നമ്മുടെ ബൈജു ചേട്ടന്റെ സ്വന്തം ഭാര്യ. ഇങ്ങനെ ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, എനിക്ക് മാത്രമല്ല ചിരിയുള്ളത്, സമയത്ത് ശരിയില്ലാത്ത മുഖമൊക്കെ വരും. ഹായ് ഗൈസ്, ബിഹാൻ വുഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. സോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോം ടൂർ ആണ്. അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ ബാക്കിൽ കാണുന്ന വീടായിരിക്കും ഹോം ടൂർ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അല്ല, ഇത് വേറൊരു വീടും കൂടെ ഇവിടെയുണ്ട്. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വലിയൊരു സെലിബ്രിറ്റി ആയ നമ്മളെ ഏഴുപുന്ന ബൈജു ചേട്ടന്റെ വീട് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ റീസെന്റ് ആയിട്ട് കല്യാണം കാര്യങ്ങളൊക്കെ കടന്ന് നിങ്ങൾ എല്ലാവരും ആ വീടിന്റെ ഒക്കെ ഏതാണ്ട് ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. പക്ഷെ എനിക്ക് നടന്ന് അവിടെ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനിതേ ചേട്ടൻ തന്നെ സൈക്കിളാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ സൈക്കിൾ എടുത്ത് അങ്ങോട്ട് പോവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നിൽക്കണല്ലോ, രാവിലെ ഒരു 7 മണി നേരത്താണ് നമ്മളിവിടെ എത്തണം. അതുകൊണ്ട് തന്നെ ലൈറ്റും ഭയങ്കര വൈബാണ്. എന്റെ അമ്മേ, ഹലോ ഹലോ. സൈക്കിൾ ഞാൻ അവിടെ കണ്ട്. ഇത് ഷോന്റെ സൈക്കിളല്ലേ, അനിയന്റെ മോന്റെ? അതെ, ഞാനാ നോക്കുമ്പോ അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് വരാനുള്ള ദൂരമുണ്ട്. എന്നോട് നടന്നു നോക്കൂല. എന്നെ കൊണ്ടോ ചോട്ടിപ്പിക്കത്തില്ല ഈ സൈക്കിള്. എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ കുഴപ്പമില്ല. ഇത് വലിയ ടയർ, ഇത്തിരി വലിയ ടയറിൽ ഞാൻ സൈക്കിൾ പാർക്ക് ചെയ്യട്ടെ കേട്ടോ. ഇത് വലിയ പണിയാണ്. ഓക്കെ, വെൽക്കം. ഇതെന്താണിത്? ഇത് റിസോർട്ടാണോ? എനിക്ക് സത്യം പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ വന്നപ്പോ ഫീൽ വന്നത് വെച്ചാൽ ഭയങ്കര റിസോർട്ട് വൈബ്. നമ്മള് ഭയങ്കര പീസ്ഫുള്ള്, ഒട്ടും സൗണ്ട് ഇല്ല, ഒന്നുമില്ല, അത്രയും മിറ്റവും കാര്യങ്ങളും. ഇതല്ലേ ഫസ്റ്റ് വരുന്നത് എന്റെ തറവാട്. തറവാട് ഇതെന്റെ ഞങ്ങളുടെ ചെമ്പിന്റെ കമ്പനി. അത് തിയേറ്റർ ആയിരുന്നു, ഇപ്പൊ കൺവെൻഷൻ സെന്റർ ആയി. ആദ്യത്തെ തിയേറ്റർ എഴുപുന്ന രേഖ എന്ന് പറയാം, 45 years മുമ്പുള്ള തിയേറ്റർ. ഇപ്പൊ ഒരു 2 വർഷം കൺവെൻഷൻ സെന്റർ ആയി. ടൗണിൽ ഏതാണ്ട് ഒരു ടൗണിന്റെ ഭാഗത്തായിട്ടാണ് വീട് അല്ലേ? പക്ഷെ ഇതിനകത്ത് കയറുമ്പോ വണ്ടികളുടെ സൗണ്ട് ഇല്ല, ഒന്നുമില്ല, ഭയങ്കര കിളികളുടെ സൗണ്ട്, ഭയങ്കര അടിപൊളി, ഭയങ്കര വൈബ്. അതിന് മുന്നേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കല്യാണത്തിന്റെ ചെലവൊന്നുമില്ലേ? കല്യാണം വരുന്നല്ലോ August 17. August 17. അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടല്ലേ? താങ്ക് യു. ഓക്കെ, അപ്പൊ അത് സെറ്റ് ആക്കണം. ഇപ്പൊ നമുക്ക് വീടിനകത്ത് കാണാം. ഓക്കെ, ഇവിടെ മറ്റേ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോ ഒരു എന്ത് ഷേപ്പ്, ഒരു ഇതിനെ എന്ത് ഷേപ്പായിട്ട് വിളിക്കും? അങ്ങനെ ഒരു ഷേപ്പാണ്. പക്ഷെ അത് നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ഇവിടെ ഇരുന്നിട്ടാണ് കൂടുതൽ ചിന്തിക്കാറ്, ഇനി എന്ത് ചെയ്യും.
കാല് കയറ്റി വയ്ക്കത്തില്ല, അത് കുറച്ച് അഹങ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും, ന്യൂസ് പേപ്പർ വായിക്കും, വൈബ് അവിടെ നിന്ന് വരുന്ന ആൾക്കാരെ കാണും. അപ്പൊ ഒക്കെ ആള് വരുന്നുണ്ട് എന്നോണ്ട് ചേട്ടൻ ചിലപ്പോ മുങ്ങും, അയ്യോ ഇങ്ങനെ ഇരിക്കും. പക്ഷെ അവര് ഇല്ലാന്ന് കരുതിയപ്പോൾ പതി ഇങ്ങനെ അങ്ങോട്ട് കയറും. അപ്പൊ ആ സ്പേസ് ഓക്കെ. ഇനി നമുക്ക് വീടിനകത്ത് കയറാം. ഞാൻ വരട്ടെ എന്നാ ഇത് സ്വന്തം വീട് പോലെ എനിക്ക് എന്താ പറയാ, പഴയ ഒരു ബ്രിട്ടീഷ് ആ ഒരു മൂടൊക്കെ തോന്നുന്നത് ഇവിടെ വരുമ്പോ ഫർണിച്ചേഴ്സ് കാണുമ്പോഴും. പിന്നെ ഇവിടെ സോഫ ആക്ച്വലി നമ്മൾ വലിയൊരു ഇതല്ലേ, ഇതിങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സോഫകൾ, എന്താണത്? അത് ഇൻഡിവിജ്വൽ ആയിട്ട് 4 സൂപ്പർ സ്റ്റാറുകൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ മമ്മൂക്ക, ഇവിടെ ലാലേട്ടൻ, ഇവിടെ സുരേഷ് ഗോപി, പിന്നെ അവിടെ നമുക്ക് ആരെങ്കിലും ഒരാളും കൂടെ അപ്പൊ ചേട്ടൻ മഞ്ജു ഇരുത്താം. അപ്പൊ ചേട്ടൻ ഇവിടെ ഇരിക്കും, ഞാൻ അവിടെ ഇരിക്കും. ഇവിടെയാണ് നിങ്ങളുടെ സിനിമ ഡിസ്കഷൻസ് നടക്കാറ്? മെയിൻ ആയിട്ട് ഇവിടെയാണ്? അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഓളത്തിന് പറഞ്ഞതാ. അപ്പൊ ഞാൻ ചോദിച്ചേ, ഇവിടെ നമ്മങ്ങനെ കാണും ചെയ്യാലോ, അഥവാ വല്ല ഫാൻസ് ഒക്കെ വരികയാണെങ്കിൽ ഞാൻ ഇരിക്കാറില്ല. ഗസ്റ്റുകൾ വരുമ്പോ ഇവിടെ ഇരുത്താറുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കാറില്ല. സാധാരണ എങ്ങനെയായിരുന്നു സംസാരിക്കും. ഇപ്പൊ ഈ മോഡൽ ചെയർസ് ഒന്നും നമ്മൾ ആക്ച്വലി ഇപ്പൊ കാണാറില്ല. ഇതൊക്കെ എവിടെന്നാ? ഇത് റോസ്വുഡ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് തൃശ്ശൂർ അത് തൃശ്ശൂർ ചെയ്തതാണ്. ഇരുന്നോളൂ. ഓക്കെ. മമ്മൂക്കൊക്കെ വന്നിരുന്ന് മമ്മൂക്ക അവിടെ ഇരുന്നുണ്ട്. കറക്റ്റാ, സീരിയസ്ലി മമ്മൂക്ക വന്നപ്പോ ഇവിടെ ഇരുന്നത് സത്യം. ഓക്കെ, എനിക്കറിയായിരുന്നു. ഓക്കെ, ആ ചെയറിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, കേറി വരുമ്പോഴും ഒരു കപ്പല് പോലെ ഒരു സംഭവം കണ്ടു. ആ കപ്പലല്ല, ഒരു ബോട്ട് അല്ലേ, പായ്ക്കപ്പൽ. ആ സ്പീഡ് ബോട്ടാണോ? അയ്യോ, സ്പീഡ് ബോട്ട് എന്തോന്ന്, വെള്ളത്തിലുള്ള സാധനം. അത് കണ്ടു, ഇവിടെ കണ്ടു. ഇതിനായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ചേട്ടൻ? ഇത് എനിക്ക് മമ്മൂക്ക തന്നതാ. ഇത് മമ്മൂക്ക തന്നതാ. അതായത് കേരള യൂണിവേഴ്സിറ്റി ചേർത്തലയിൽ വെച്ചിട്ട് അവിടെ നടക്കുന്ന ടൈമില് ഞാൻ മമ്മൂക്കയായിട്ടാ പോയത്. മമ്മൂക്കക്ക് കൊടുത്ത ഗിഫ്റ്റ് മമ്മൂക്ക എനിക്കാണ്, നീ വെച്ചോ വീട്ടിലെന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക തന്നാ. ഓക്കെ, അപ്പൊ ഇനി ഇത് ഒരു ചെറിയ ലിവിങ് ഏരിയ. ഇനി നമ്മള് നേരെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പ്രെയർ റൂമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ, നമ്മൾ വന്നപ്പോൾ തന്നെ ചേട്ടൻ ആക്ച്വലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതാണ് ചേട്ടൻ്റെ ഒരു പീസ്ഫുൾ സ്പേസ്. ഇത് ഞങ്ങൾ എന്ത് കാര്യം പ്രാർത്ഥിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്. പ്രാർത്ഥിച്ച എല്ലാ ദിവസവും ബൈബിള് വായിക്കും, ബൈബിള് വായിച്ചു തുടങ്ങും കാര്യങ്ങള്. പിന്നെ പ്രാർത്ഥിക്കുന്നതൊക്കെ എവിടെ വേണമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ വെച്ച് മാത്രമല്ല, നമ്മൾ കണ്ണടച്ച നമുക്ക് എവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അതെ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഏരിയ പോകുമ്പോൾ എന്താ ഇത്രയും അവാർഡ്സ്. എനിക്ക് ഈ ഡൈനിങ് ടേബിളിൽ നേരെ നമുക്ക് ഇങ്ങനെ ഓരോ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഇത്ര അവാർഡൊക്കെ കിട്ടിയില്ല എന്നാലോചിക്കാം അല്ലേ? ഓക്കെ, അത് എനിക്ക് എന്റെ ഒരു വലിയ പ്രൗഡ് അതാ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് 20-25 വർഷം മുമ്പുള്ള വരെയുള്ള മെമ്മന്റോസ് ഇരിക്കുന്നത്. അതെ, ആ ജേർണിയാണ് കാണുന്നത് ആക്ച്വലി. തീർച്ചയായിട്ടും. ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലാണ് വന്ന് ഞാൻ നിൽക്കുന്നത്. അതെ, നമ്മുടെ വീട്ടിലെല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലം. ഇത്രയും ചെയർസ് ഉണ്ട്. അപ്പൊ ഇത്രയും ചെയറുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഇതൊരു വൈൻ ഗ്ലാസ് അല്ലേ ചേട്ടാ? സാധാരണ ചെറിയ വൈൻ ഗ്ലാസ് അല്ലേ? അപ്പൊ ഇതെന്ത് രണ്ട് സൈസ് ഒന്നും എന്ത്? അത് എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, വൈഫിന് ഹൈറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിയേഴ്സ് അടിക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നു. ഓക്കെ, പിന്നെ എനിക്കുള്ള വേറെ സംശയമാണ്. എന്റെ വീട്ടില് ഇതേപോലത്തെ ഈ ക്രോക്കറി ഇതില് കുറെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ അമ്മയൊന്നും എടുക്കാറില്ല. അത് ഗസ്റ്റ് വരുമ്പോ മാത്രം എടുക്കാറുള്ളൂ. ഇതേപോലെ തന്നെയാണ് ഇവിടെ. ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് ചില ഗ്ലാസ്സുകള് ഇങ്ങനെ അവിടെ പോയി നോക്കും, അവളുണ്ടോ നോക്കിട്ട് പതിയെ ഗ്ലാസ് എടുത്തിട്ട് വേറെ സ്ഥലത്തോട്ട് പോകും. ഓക്കെ, മെയിൻ ആയിട്ട് ഭാര്യ അറിയാവുന്നതാണ് ഗ്ലാസ് എടുത്ത് പോകുന്നത്. ഗ്ലാസ് എടുത്ത് കൊടുത്തു. ഗ്ലാസ് എടുത്ത് എവിടേക്ക് പോണെന്ന്? അല്ല, അതൊരു എന്റെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് ഈ വീടിന് പരിസരത്ത് കാണൂലേ? ഓക്കെ ഓക്കെ. പക്ഷെ എല്ലാ വീട്ടിലും ഇതേപോലെ ഗസ്റ്റ് വരുമ്പോ മാത്രം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഇതേപോലെ ഒരു ക്രോക്കറി ഇതുണ്ടാവും, ഷെൽഫ് ഉണ്ടാവും. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഇപ്പൊ പോവാണ്. ഒരുപാട് അവാർഡ് കളക്ഷൻസ് അല്ലേ, ദ ജേർണി വൈദ്യ ചേട്ടൻ ട്രാവൽ ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്തേക്ക് പോകാം. ബച്ചേട്ടാ, എന്താ പറയാ, നമ്മുടെ അച്ചീവ്മെന്റ്സിന്റെ നടുവിൽ അത് ഇതാണല്ലേ. ഇവിടെ വന്നിട്ട് ഇരുന്ന് ചേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ
ഇത് കൊള്ളാം, ഞാനൊരു സംഭവം തന്നെ അങ്ങനെ സംഭവം തോന്നിയില്ലെങ്കിൽ പോലും നമുക്ക് എന്താ പറയാ, ഒരു ഭയങ്കര പോസിറ്റീവ് വൈബിൽ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ സ്റ്റേജുകളിൽ നിന്ന് വാങ്ങിയ അവാർഡുകൾ, ഒരുപാട് അവാർഡുകൾ ഉണ്ട്. ട്രാഫിക് ഒക്കെ എനിക്ക് ഭയങ്കര ക്ലാപ്സ് കിട്ടിയ ക്യാരക്ടറാണ്. അന്നൊക്കെ വില്ലൻ ചെയ്യുന്ന ടൈമിലാണ് തൻസീർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ട്രാഫിക് ചെയ്യുന്നത്. ട്രാഫിക്കിന്റെ ഇതുണ്ട്. പിന്നെ കുറേ അവാർഡ് ഇനിയും വയ്ക്കാനുണ്ട്. കീർത്തിയേക്കരെയൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കമാൻഡോ ലാലേട്ടനോടൊപ്പമുള്ള 45 ദിവസം ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന ഞാനും ലാലേട്ടനും ഷമ്മിയൊക്കെ ഒറ്റ വണ്ടിയില്, ഫ്രണ്ടില് അവരുടെ ഇത് വണ്ടി പോകും. അപ്പൊ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ജീവനോട് തിരിച്ചെത്തി എന്നുള്ളതാ കാര്യം. മിൽട്ടൺസ് അല്ല അവിടെ, ഈ ശ്രീനാഥ് ഫുൾ നമ്മള് കമാൻഡോസിന്റെ ഡ്രസ്സും മെഷീൻ കണ്ണൊക്കെ ഇട്ട് ഓരോ മെഷീനും അങ്ങനെ ചെയ്യുന്നു, ഒറിജിനൽ ഇതുപോലെ. കാര്യം ആൾക്കാർ ഇത് ചെയ്യാണ്ടിരിക്കാനുണ്ട്. അവിടെ എപ്പോഴും കണ്ടിരിക്കുമല്ലേ, അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു മിൽട്ടൺ ഒരു അടിയടിച്ച സംഭവം തീരും. ഇതിനകത്ത് ഇന്ത്യ ദർശൻ അവാർഡ്, നാഷണൽ ഒരു അവാർഡ് എനിക്ക് കിട്ടി. അത് ഡൽഹിയിൽ വെച്ച് കിട്ടിയതാണ്. പണ്ഡിറ്റ് യോഗേഷ് ശർമ്മ. ഇത് എനിക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടിയ ഒരു കളിക്കുന്ന മോനെ എന്നുള്ള സാധനം. അത് ഓക്കെ, ഇതേ ഒരു പോസിൽ ഇപ്പൊ നിക്കാൻ പറഞ്ഞത് അതൊരു ക്യാമറ അതങ്ങനെ ഒരു ആകസ്മികമായിട്ട് ഇതാണ്. ഓക്കെ, നൈസ്. ഇത് ഏത് പ്രായത്തിലെത്തുന്നത്? ഇത് ഇപ്പൊ ഒരു 10 വർഷം മുമ്പുള്ള 10 വർഷം മുമ്പ് ആണല്ലേ? ഓക്കെ, ആക്ച്വലി ചേട്ടന് ഓരോരോ ലുക്കാണ് ഓരോ ഫോട്ടോയിലും. ഓക്കെ, അപ്പൊ ഇതിലൊരു ഫേവറേറ്റ് മൊമെന്റോ അല്ലെങ്കിൽ അത് ചോദിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഭയങ്കരമായിട്ട് മെമ്മറബിൾ ആയിട്ട് മനസ്സിൽ ഉള്ള ഒരു മെമ്മറി ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ? ഇത് മൊമെന്റോ അല്ലേ? കുമ്പളങ്ങി നൈറ്റ്സിൽ ആയിരിക്കുന്ന തുഴയുന്ന സാധനം. എനിക്ക് ഒരുപാട് ചിറ്റപ്പൻ എന്ന പറഞ്ഞ ക്യാരക്ടറിന് ഒരുപാട് സിനിമയും ഒരുപാട് പേര് എന്നെ വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്ത സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. അപ്പൊ അതിന്റെ ഇതാണിത്. ഇങ്ങനെ യെസ്, തുഴ കുമ്പളങ്ങി നൈറ്റ്സ്. ഇതാണ് അപ്പൊ മെമ്മറബിൾ ആയിട്ടുള്ള. ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ സ്പെഷ്യലാണ്. എല്ലാ സിനിമ എനിക്ക് സ്പെഷ്യലാണ്. കുമ്പളങ്ങി നൈറ്റ്സിൽ ഇപ്പൊ ഇറങ്ങിയ വിശേഷം കണ്ടോ? വിശേഷം ഇല്ല, വിശേഷം കണ്ടിട്ടില്ല. കാരണം നല്ല പടമാണ്, ആക്ച്വലി നല്ല റിവ്യൂ ഉണ്ട്. അതെ അതെ, അതൊരു ലീഡ് ക്യാരക്ടർ പോലത്തെ ഒരു ചേട്ടനനിയൻ പരിപാടിയിൽ ഞാൻ ആനന്ദ് നല്ല ക്യാരക്ടറാണ്, നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ അവാർഡിന്റെ കഥ നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ ചേട്ടൻ പറയണത് പറയുമ്പോ തന്നെ ചേട്ടന്റെ കണ്ണ് ഭയങ്കര തിളങ്ങി നിൽക്കുന്ന ഇട്ട് കാണാം. ഓക്കെ, പക്ഷേ ഇനി അടുത്ത് ഓക്കെ, ഇത് മെയിൻ ആയിട്ട് ഈ അവാർഡ് വെക്കാൻ വേണ്ടി മാത്രം സ്പേസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇത്രയും ഇതുപോലെ ഇനിയും വെക്കാൻ ഇത്രയും ഇതിൽ കൂടുതൽ ഇനി ഇരിക്കുന്നുണ്ട്, മേലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് അത്രയും മേളിലോട്ട് പോയിട്ട് അത് എങ്ങനെ അത് ഇത് ചെയ്യണമെന്നുള്ള. പക്ഷെ നെക്സ്റ്റ് ടൈം വരുമ്പോ ഇതിന് മേലെ ഇതേപോലെ തന്നെ ഇത് ഫുള്ള് ചെയ്യണം അല്ലേ? അത്രയും ഇരിക്കുന്നുണ്ട്. ഇനിയും മെമന്റോസ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡേ ലൈറ്റ് ആക്ച്വലി ഹിറ്റ് ചെയ്യണത് ഇവിടെയാ അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുൾ. പിന്നെ അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി മെയിൻ നമ്മുടെ ഒരു വീടിന്റെ മെയിൻ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ചേട്ടൻ പറയാ? ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം. വാവ്, സൂപ്പർ. ചേട്ടൻ വരൂ, എനിക്ക് വിശക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ സാധാരണ അടുക്കളയിലൊന്നും ചോദിച്ചും പറയാനാണ് കയറാറ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തായി, എനിക്ക് ഇത് കിട്ടി. താങ്ക് യു. ഇതിൽ നല്ല ചോക്ലേറ്റ് ഇത് നല്ലതാ. ഇത് മാത്രം എടുത്തോ. ഓക്കെ, ഇത്രയും ആക്ച്വലി എനിക്ക് വേണ്ടി വാങ്ങിയതാണ്, ഞാൻ അറിഞ്ഞായിരുന്നു. ഇത് നിർത്താ മതിയോ? പിന്നെ എന്റെ ഒന്നുമില്ല. സത്യം പറയാം, ഞാനെടുത്ത് നോക്കൂട്ടാ. അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ട് മെയിൻ ആയിട്ട് എനിക്ക് ഒരാളെ കാണാം. അടുക്കള എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഈ ഒരു ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണ്? നല്ല ഭക്ഷണമാണ്. അതുണ്ടാക്കി തരുന്നത് ആരാണ്? അതെന്റെ സ്വന്തം പ്ലേനി തന്നെ. നന്നായിട്ട് കുക്ക് ചെയ്യും, അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. ആളെ വിളിക്കോട്ട് റിനി ഇവിടുന്ന് വിളിച്ച ചേച്ചി ഫുൾ നാച്ചുറൽ ആക്ടിങ്. ഞാൻ ഓൾറെഡി മൈക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ്
നമ്മുടെ ബൈജു ചേട്ടന്റെ സ്വന്തം ഭാര്യ പരിചയപ്പെടുന്നു. ഇത് റീനി. റീനി. റീനിയുടെ വീട് പുത്തമല്ലിക്കരയാണ്, നോർത്ത് പറവൂര്. അച്ചാച്ചൻ, മമ്മി, പിന്നെ ഇവൾക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്, 2 ലേഖൻ. ഭയങ്കര പോസിറ്റീവ്. അവിടെ വരുമ്പോ തന്നെ ചേച്ചി ചിരിച്ചോണ്ടിരിക്കുക. പിന്നെ ചേച്ചിയുടെ മുഖം ഇങ്ങനെ ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിക്കും, എനിക്ക് മാത്രമല്ല ചിരിയുള്ളത് ചേച്ചി. ചിരിയില്ലാത്ത മുഖമൊക്കെ വരും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ ഒരു കാര്യം ആലോചിച്ചത്. ചേച്ചി ഞാന് നേരത്തെ അവിടെ ഒരു മറ്റേ ക്രോക്കറി ഇതില്ലേ ഷെൽഫില്, അവിടെ നിന്ന് ഞാൻ ചോദിച്ചു, എന്റെ വീട്ടില് സാധനങ്ങളൊന്നും അങ്ങനെ എടുക്കാറില്ല, ഗസ്റ്റ് വരുമ്പോ മാത്രമാണ് ഇതൊക്കെ എടുക്കാറ്. അപ്പൊ ഒരാൾ പറഞ്ഞു, ഇടയ്ക്ക് ഞാൻ ഭാര്യ കാണേണ്ട ഒരു ക്ലാസ് കാണാറുണ്ടോ? അങ്ങനെ വലിയൊരു അങ്ങനെ ഇതല്ല, ഒരു ഹാപ്പിനെസ് ഒക്കെ തോന്നി ഒരു കുറച്ചൊക്കെ വൈനൊക്കെ കഴിക്കും, പിന്നെ അതിന്റെ പോയ കുറച്ച് ബിയർ അത്രയൊക്കെ ഉള്ളു. ഞാനത് ചോദിച്ചില്ലല്ലോ, ചേച്ചി കാണാറുണ്ടോ, ചേച്ചി അറിയാറുണ്ടോ എന്ന് പറയും. അതൊക്കെ കാണാൻ നമ്മള് ചോദിക്കാറൊന്നുമില്ല. ഓക്കെ, അപ്പൊ സാധാരണ നമ്മള് വരുമ്പോ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കാറുണ്ട്. ഫ്രിഡ്ജൊക്കെ തുറന്നു വേണ്ട, അതിലൊന്നുമില്ല. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി നമ്മുടെ ചേച്ചി നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ചേച്ചി ഇല്ലേ? നമ്മുടെ ചേച്ചിയുടെ സ്പെഷ്യൽ എന്താണ് ഇന്ന്? എന്താണ് സ്പെഷ്യൽ? ഇടിയപ്പം മുട്ടക്കറി, പുട്ടുണ്ട്, പഴംപുഴുങ്ങിയതുണ്ട്. എനിക്ക് സഹായിക്കാൻ ആളൊക്കെ. എന്റെ സൈസ് എന്താണോ ഇത്ര വലിയ? അതെ, അത് പറയാം. നമ്മള് സത്യം, നമ്മുടെ ശരീരം കുഞ്ഞു മനസ്സും വലിയ വയറൊന്നുമില്ല. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. ഇപ്പൊ നമ്മള് ഈ ഞാൻ നേരത്തെ പറഞ്ഞ 2ാമത്തെ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ലിവിങ് ഏരിയനെ പറ്റിയിട്ട് പറയിച്ചേട്ടാ. ഇവിടെയാണോ എല്ലാവരും? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ബൈബിൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ബൈബിൾ വായിക്കോ? ഡെയിലി വായിക്കോ? ഞാൻ എപ്പോഴും വായിക്കുന്ന, ഇതിനകത്ത് ഫസ്റ്റ് വായിക്കുന്ന ഒരു ഇതുണ്ട്, സങ്കീർത്തനം 64. ഞാൻ എല്ലാ ദിവസവും വായിക്കും. അത് നമുക്ക് വേണ്ടിട്ടൊന്ന് വായിക്കാം. കുടില ബുദ്ധിയെ തകർക്കണമേ. ഭയങ്കര പവർഫുൾ ആണ്. കേട്ടോ, വചനം കേട്ടോ. അത് സങ്കീർത്തനം 64. ദൈവമേ, എന്റെ ആവലാതി കേൾക്കണമേ, ശത്രുഭയത്തിൽ നിന്ന് എന്റെ ജീവനെ രക്ഷിക്കണമേ, ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും എന്നെ മറയ്ക്കണമേ. അവർ തങ്ങളുടെ നാവുകൾ വാള് പോലെ മൂർച്ചയുള്ളതാക്കുന്നു. സ്ട്രോങ് വചന, സങ്കീർത്തനം 64. ഓക്കെ ഓക്കെ, അത് എന്നായിട്ടൊരു ബന്ധമില്ലാട്ടോ. ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ വന്നപ്പോഴേ ഞാൻ ഈ ഒരു ഫാൻ ശ്രദ്ധിച്ച്. ഈ ഫാൻ ആക്ച്വലി നല്ല രസമുണ്ട്. ഇതൊരു വേറൊരു മോഡൽ. ഇത് എവിടെ കിട്ടത്തില്ല. ഇതിപ്പോ കെയ്ത്താൻ എന്ന് പറയുന്ന ഒരു അന്ന് വീട് 21 വർഷം. ഈ വീട് വെച്ചിട്ട് നിങ്ങൾ താമസം തുടങ്ങിയിട്ട് 21 വർഷം. ഇത് കിട്ടത്തില്ല, നിങ്ങൾ വേറെ നോക്കിയാണെങ്കിൽ കിട്ടില്ല. അന്ന് വാങ്ങിയതാണ്. ഓക്കെ, ഇടുവാ. ഓക്കെ, ഇനി നമ്മൾ ഈ ഫോട്ടോസ്, അത് അതിനും ചുള്ളനായിട്ടുണ്ട് കേട്ടോ. ചേച്ചിക്ക് ഒരു മാറ്റമില്ലല്ലോ. ഓക്കെ, അത് മോള് ആൻലിറ്റ, ജോൺ, ഇത് ഡാഡി, മമ്മി, പിന്നെ ഇത് റീനിയുടെ ഫാമിലിയാണ് അതെല്ലാരും. ഓക്കെ, ഈ ഫോട്ടോ ഒക്കെ കാണുമ്പോ ആലോചിക്കാറുണ്ടോ, അയ്യോ എന്റെ മോള് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞല്ലോ, അതാലോചിക്കാറുണ്ടോ? സന്തോഷം സങ്കടമാണ്, മിക്സ്ഡ് ഇമോഷൻ ആണ്. ഓക്കെ, ഇനി അത് പറഞ്ഞോണ്ട് തന്നെ നമ്മൾ ആ ഇമോഷന്റെ കൂടെ തന്നെ നമുക്ക് മേലേക്ക് പറഞ്ഞാലോ? പറഞ്ഞ പറ്റുന്ന നമ്മൾ സ്റ്റെപ്പ് കാണണം. ഓക്കെ, ഇത് ശരിക്കും വുഡിന്റെ സ്റ്റെപ്സ്. ഇത് ടീക്ക് വുഡ് ആണ്. ഇത് എന്റെ ബ്രദറിലോ ഉണ്ട്, ബെർണാഡ്. പുള്ളിക്കാരൻ ഒരു ഡിസൈനർ ആണ് വുഡിന്റെ ഒക്കെ. ഓക്കെ, പുള്ളിക്കാരനാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ ഈ മരം കൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റെപ്പ് കൂടുതൽ ഫർണിച്ചേഴ്സ്? അത് മരം ഭയങ്കര ക്രേസാ? ഫർണിച്ചർ സാധാരണ ഫർണിച്ചർ മരം അല്ലാണ്ട് വേറെ എന്തൊക്കെ സിമെന്റില്
അല്ല ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. സ്റ്റീൽ ഫർണിച്ചർ, ഇത് സ്റ്റീൽ ചെയ്ത് എങ്ങനെയുണ്ടാവുന്നതിന് ഗ്ലാസ് കൊണ്ടൊക്കെ ചെയ്യുന്ന പണ്ട് ഇപ്പോഴല്ലേ ഗ്ലാസിന് കൂടുതൽ ഇമ്പോർട്ടന്റ്. അല്ല, ഇത് 21 വർഷം മുന്നത്തെ വീടാണ്. നമുക്ക് വേഗം വേണ്ട വീട് പോവാ. അല്ല ഞാൻ ആലോചിക്കും ഇത് ഗ്ലാസിന്റെ ഇതാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിൽ കൂടെ അല്ല അതൊക്കെ കേറാൻ പറ്റൂട്ടാ. ആണോ? അല്ല ഇപ്പൊ സൈഡിലൊക്കെ കൂടുതൽ ഗ്ലാസ് ഇവിടെ ട്രാൻസ്പെറന്റ് ഗ്ലാസ് ഒക്കെ ഇനി അടുത്ത് നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു ആർക്കിടെക്ചർ ഞാൻ ഏറ്റെടുക്കാം. വരും. അപ്പൊ നമ്മൾ ഇവിടുത്തെ മേലത്തെ ഹാളിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ വീട്ടില് കുറെ ഷാൻഡലേഴ്സ് കണ്ടുട്ടാ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറെ ഷാൻഡലേഴ്സ് വാങ്ങിയത്. ആണല്ലേ? ഇവിടെ താഴെ ഇവിടെ ഭയങ്കര വെറൈറ്റി ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങിയത്? ഇതൊക്കെ എല്ലാം ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത്. ഞാൻ ഇറ്റലിയിൽ ട്രാവൽ ചെയ്തപ്പോൾ അങ്ങനെയൊന്നും ഇല്ലേ? അതൊക്കെ ഇവിടെ അതിന് വലിയ കഥയൊന്നുമില്ല. ഓക്കെ, ഈ ഏരിയയില് ആക്ച്വലി ഇവിടെ ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞോ ചേട്ടന് മറ്റേ പായ്ക്കപ്പൽ എന്നല്ലേ പറയാ, കുഞ്ഞി പായ്ക്കപ്പലിനായിട്ട് ബന്ധമുണ്ട് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ പ്രധാന ബിസിനസ് എന്ന് പറഞ്ഞാൽ ചെമ്മീൻകെട്ടാണ്. വർഷങ്ങളായിട്ട് അത് കഴിഞ്ഞിട്ടാണ് തിയേറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ടായത്. അപ്പൊ അതുമായിട്ട് കണക്റ്റഡ് കൂടുതലും ഇങ്ങനെ ബാക്ക് പാറ്റേഴ്സ് അല്ലെങ്കിൽ ബോട്ട് അങ്ങനെ കുറെ ഇത് വാങ്ങിയതാണ്. ഇതും ഇതുപോലെ അങ്ങനത്തെ ഒരു ഷോപ്പിൽ അല്ലാണ്ട് നമുക്ക് ഇതിങ്ങനെ മേക്ക് ചെയ്ത് കൊണ്ടൊന്നല്ല. അതേപോലെ തന്നെ അതും വാങ്ങി. ഇതും അങ്ങനെ തന്നെ വാങ്ങിയതാണ്. അത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? അയ്യോ, അത് ഭയങ്കര ഒരു സംഭവമാണ്. ഞാൻ കുറെ പെണ്ണുങ്ങൾ കണ്ടിട്ടുണ്ട്, കല്യാണം പോയിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്ന എന്നെയാ, ഫസ്റ്റ് കാണുന്നയാ. പക്ഷെ അത് ഭയങ്കര കഥയാ. ആദ്യം ഞങ്ങൾ കാണാൻ പോയിരിക്കും. ഇവളുടെ ചേച്ചിയാണ്, ലെസ് ചേച്ചിയാണ് ആദ്യം വരുന്നത്. കൂടെ പ്രായമുള്ള ചേച്ചിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവള് വരുന്നത്. പക്ഷെ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നടക്കണമെന്ന് ഞാൻ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയില്ല. അങ്ങനെ ആഗ്രഹിച്ച് ദൈവത്തോട് പറഞ്ഞതിനെ തന്നെ എനിക്ക് അതാണ് ഏറ്റവും എക്സാമ്പിൾ കൂടെ ജീവിക്കുന്നത്. ചേച്ചി ആദ്യത്തെ പെണ്ണ് കാണലാന്ന് പറഞ്ഞു. എങ്ങനെയാണ് ആദ്യ തൊട്ടത്തിൽ ഇഷ്ടപ്പെട്ടത്? ആദ്യം ഞങ്ങള് ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ 28 വർഷമായി. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഇവിളേക്കാളും സ്വല്പം ഹൈറ്റ് കുറവായിരുന്നു. ഈക്വൽ ഹൈറ്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് വളർന്നതാണ്. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഹൈറ്റിന്റെ പ്രശ്നം. പക്ഷെ വീണ്ടും അത് ദൈവം പറഞ്ഞ പോലെ ഞാൻ ഹൈറ്റ് കൂടി. അപ്പൊ ഇനിയും പ്രായം കൂടുന്ന ഹൈറ്റ് കൂടൂലേ? പിന്നെ അപ്പൊ നമുക്ക് വേണമെങ്കിലും കൂടാതെ നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾക്ക് എന്ത് വ്യത്യാസം വേണമെങ്കിലും നമ്മളുടെ സൃഷ്ടാവ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവരുടെ നടുക്ക് നിൽക്കാൻ പോവാണ്. ഓക്കെ, ഹൈറ്റിലൊന്നും കാര്യമില്ല. സൂര്യയൊക്കെ ഹൈറ്റ് കുറവല്ലേ? അത് ശരിയാ. കാണാൻ ഗ്ലാമർ ഉള്ള ആൾക്കാരൊക്കെ ഹൈറ്റ് കുറവാണ്. ഒരു കാര്യമില്ല. ഒരുപാട് ഹൈറ്റ് ഉണ്ടാവാതിരിക്കുന്നത് നല്ലതാണ്. ശർക്കര കിട്ടൂല. ഇല്ല, അങ്ങനെയല്ല. എനിക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു പരിധിക്കുള്ള ഹൈറ്റ്. ഇപ്പൊ എനിക്ക് എന്റെ മോൻ നല്ല ഹൈറ്റ് ഉണ്ട്, മോൾക്ക് ഹൈറ്റ് ഉണ്ട്. ഇപ്പൊ മോളെ കല്യാണം കഴിഞ്ഞ സ്റ്റെഫാന് ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് ഞങ്ങളെല്ലാരും ഒരു 6 ഫീറ്റ്. പക്ഷെ നിങ്ങളൊക്കെ ഇങ്ങനെ ലോകത്തെ കാണണതേ, ഞങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്. അതാണ് വ്യത്യാസം. മനസ്സിലാവുന്നത്? ഇങ്ങോട്ട് ഇറങ്ങ്, എന്റെ പെർസ്പെക്റ്റീവിൽ നിൽക്ക്. കണ്ടാ? ഇപ്പൊ നോക്കിയേ എങ്ങനെയുണ്ട് ഈ ലോകം? നല്ല രസല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, കമോൺ. ഓക്കെ, ഈ അടുത്ത ഏരിയ ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതൊന്ന് നമ്മൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതെല്ലാം ഈ ബ്രാസും ഇതെല്ലാം മിക്സ് ചെയ്തിട്ടൊരു സംഭവം ഡാഡിയാണ് പറഞ്ഞത്. പിള്ളേര് ചാടുന്നു. ഭയങ്കര രസമായിട്ട് ഒരുപാട് പേര് ഇങ്ങനത്തെ ഈ ഒരു വർക്ക് അവരൊന്നും കണ്ടിട്ടില്ല. അതെ. ഓക്കെ, അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു. ഇത് ഒരു മാരത്തോൺ ഓടാനുള്ള സ്ഥലമുള്ളൂ. ഓക്കെ, ഇത് ഞങ്ങൾ ഇരിക്കുന്ന വേറൊരു സ്പേസ് ആണ്. ഈ സ്പേസ് ഞങ്ങള് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പാർട്ടിക്ക് വരുമ്പോൾ ചുറ്റും കസേര വരും. ഇവിടെ കുറെ പ്രോപ്പർട്ടീസ് വരും. ഇതാണോ കിച്ചണിന്റെ മേലെന്ന് കാണാൻ? അതന്നെ, മേലെന്ന് കാണാൻ എല്ലാരും ഇരിക്കും.
എന്താ അല്ല അതെന്താ മറ്റേ മെഴുകുതിരി കത്തിക്കണതാണോ? എന്ത് വേണമെങ്കിലും അതിലേക്ക് ചെയ്യാം. അല്ല മെഴുകുതിരി കത്തി പ്രാർത്ഥിക്കണതാണോ? അങ്ങനെയാവാം, എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാം. അതായത് ഇവിടെയാണ് നമ്മള് കോല വിടുന്നത്. ഓക്കെ, അപ്പം ഇവിടുന്ന് അപ്പൊ ബാക്കിയുള്ള വീട്ടുകാരൊക്കെ കാണില്ല ഇവിടുന്ന്. അല്ല അവർക്ക് ശീലായിരുന്നു. എന്താ നടക്കുന്നത്? അത് ആരും നോക്കിയിട്ടില്ല അങ്ങനെ. ഓക്കെ, ഇനി ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ട് കേട്ടോ ഗൈസ്. ഈ അവിടെ ഈ ആക്ച്വലി ആ പന്തലൊക്കെ ഇട്ടോണ്ടാണ് ആ ലോൺ ഇങ്ങനെ. ഇനി അവിടെ ലോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യില്ല ഒന്നുകൂടെ. ഇവിടെ എന്തൊക്കെ മരങ്ങളുണ്ട്? ഇവിടെ കൂടുതലും മാവ്, പ്ലാവ്, തെങ്ങ്, എല്ലാ ചന്ദനമരം. ചന്ദനം ഉണ്ട് ഇവിടെ. ചന്ദനമരം ഞങ്ങള് തമ്പിൽ കൊടുക്കാട്ടോ. യൂട്യൂബിൽ തമ്പ് വരും. അപ്പൊ ചന്ദനമരം വീടുള്ള നമ്മുടെ ബൈജു ചേട്ടൻ എങ്ങനെയുണ്ട്? ഓക്കെ, അത് മുറിച്ചോണ്ട് പോകാൻ പറ്റുമോ? കുഴപ്പമില്ല, എനിക്ക് ചന്ദനം തൊടാനായിരുന്നു എന്ത് ചെയ്യാം. ഓക്കെ, ചന്ദനം തൊടാൻ ചന്ദനമരം മുറിച്ചോണ്ട് പോയി. ഞാൻ കാര്യം ഇടിച്ചു നോക്കി. വേറൊരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. ചായ കുടിക്കണമെങ്കിൽ അതുപോലെ നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ വേണം. ഉരും കൂടുതൽ ചായക്ക് സ്വാദ് കൊടുക്കും. യു നോ ദാറ്റ്. അത് കഴിഞ്ഞു, വരൂ. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു ഷെൽഫ് അല്ലേ? ഞാൻ പറഞ്ഞത് ഇവിടെ കുറെ വെള്ളങ്ങൾ. ഇവിടെ കുറെ ബുക്ക് ഉണ്ടല്ലോ, ബുക്ക് വായിക്കോ? ബുക്ക് വായിക്കാറ്. ഇത്ര നേരം അപ്പൊ ഇതിൽ ഇത്ര പല സത്യങ്ങളുണ്ട്, എത്ര കാര്യങ്ങൾ തള്ളിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ എനിക്കറിയുള്ളത്. വായിക്കും. അതെ, റീസെന്റ് വായിച്ച ബുക്കിന്റെ പേര് പറയുന്നത് മനസ്സിലായി. ഓക്കെ, ഇവിടെ ഓക്കെ നമ്മുടെ ചേട്ടൻ ആക്ടർ മാത്രമല്ല ഒരു മ്യൂസീഷ്യനും കൂടെയാണ് അല്ലേ? നമുക്കൊരു വയലിനുണ്ട്. ഇതൊന്ന് പൂട്ടിയിട്ടൊക്കെ ആരും എടുക്കാതിരിക്കണോ? ഓക്കെ, നമുക്ക് ഇതെടുക്കാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് ഈ വയലിന് വായിക്കാം. ഇത് സുന്ദരദർശൻ എന്ന് പറയുന്ന സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അന്ന് സുരേഷ് ചേട്ടന്റെ എല്ലാ പോസ്റ്ററും ഉണ്ട് ഈ വയലിൻ. അത് അന്ന് വാങ്ങിയതാണ്. ചേട്ടാ പാട്ട് പാടി കൊടുത്തിട്ടുണ്ടോ വയലിക്ക്? പാട്ട് പാടി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഏത് പാട്ടാ ചേച്ചിക്ക് ചേട്ടൻ പാടുന്ന ഒരു ഫേവറേറ്റ് പാട്ട് പറയും, കേക്കട്ടെ. അത് നോക്കിട്ട് அந்திப்பகலுனை நான் பார்க்கிறேன், ஆண்டவனை இதைத்தான் கேட்கிறேன். അപ്പോൾ ഉറങ്ങി വന്നു. മനസ്സിലാവും. ഇപ്പൊ കണക്ഷൻ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ഈ വയലിൻ പറഞ്ഞപ്പോ സുന്ദരഭൂഷന്റെ കാര്യം പറഞ്ഞല്ലോ, അതിലെ ഒരു മനോഹര ഗാനം പാടാൻ പറഞ്ഞു. വരികള് മറന്നുപോയി. കുറച്ച് മെമ്മറി ലോസ് ഭയങ്കരമായിട്ടുണ്ട്. ഓർക്കാൻ ചില സമയങ്ങളില് ടെൻഷനും പ്രശ്നങ്ങളും. കുഴപ്പമില്ല ചേച്ചി, പക്ഷെ പാട്ടോട് ചേച്ചി നോക്കി മനുഷ്യൻ നിങ്ങൾക്ക് ഇത്ര ഇങ്ങനെയുള്ള എന്റെ അടുത്തൊരു പാട്ട് ഇല്ല. ഒരു സിനിമയിൽ ഒരു പാട്ട് പാടി പ്ലേ ബാക്ക്. ഏതില്? വയനാടൻ കഥ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതില് പ്രമോദ് സാരംഗി മ്യൂസിക് ചെയ്ത അതിലൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് വേണ്ടിട്ട് ഞാൻ അമ്മ മരിച്ചപ്പോ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഒരുപാട് മില്യൻസ് കണ്ട ഒരു പാട്ടാണ്. എനിക്ക് അമ്മയോടുള്ള ഇഷ്ടം. അത് വയലാർ ശരത്തും പിന്നെ പ്രമോദ് സാരംഗി ഉണ്ടായിരുന്നു മ്യൂസിക്. പാട്ടിടയ്ക്ക് പാടാറുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു അമ്മയ്ക്ക് വേണ്ടി എഴുതിയ ഗാനം ഒരു രണ്ടുപേരി അത് പറഞ്ഞ എന്റെ മൂടെല്ലാം പോകും. എന്നാലും പാടാനുണ്ട്. കാണുന്നില്ലെങ്ങും കേൾക്കുന്നില്ലെങ്ങും കയ്യെത്തും ദൂരത്തിൽ എന്നമ്മ. അതാ പാട്ട്. അതാണ് ആ പാട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത്ര നേരം നമ്മുടെ ഹോം ടൂറിൽ നമ്മുടെ ബെഡ്റൂംസ് ആക്ച്വലി കാണിച്ചിട്ടില്ല. കാരണം ഒരു പ്രൈവസിയുടെ ഒരു കാര്യമായിട്ട് ചേട്ടൻ പറഞ്ഞു ഇവിടെ മാസ്റ്റർ ബെഡ്റൂമിൽ അത് എന്തായാലും കണ്ടിട്ട് പോയാൽ മതി അല്ലേ? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. കാണാം.
മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. അല്ല എല്ലാ വീട്ടിലൊരു മാസ്റ്റർ കാണില്ലേ? ഞങ്ങളുടെ മാസ്റ്റർ ബെഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതില്ല. എല്ലാ 4 റൂമും ഒരേപോലത്തെ ഒരേ ഇതാണ് അല്ലേ? ഓക്കെ ചേട്ടൻ ആഫ്റ്റർ യു ഇപ്പൊ ആ റൂം മോളാണ് അങ്ങനെ യൂസ് ചെയ്യുന്ന. ആ റൂം ജസ്റ്റ് നമുക്ക് കാണാം. അപ്പൊ ഇതാണ് ആ മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ ഒരു റൂം അല്ലേ? ഇത് മോള് ഇപ്പൊ യൂസ് ചെയ്യുന്ന. ഓക്കെ. അതെ, ശരിക്കും ഈ ബാൽക്കണി ഭയങ്കര ഇഷ്ടമാണ്. യൂരിയ പിന്നെ കാണിച്ചതാട്ടോ. ഈ ഇതെന്താണ് ഇതിന്റെ ഇവിടെ? ഇത് മോളുടെ എൻഗേജ്മെന്റിന്റെ ഡ്രസ്സാണ്. എൻഗേജ്മെന്റിന് എടുത്ത ഡ്രസ് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇതൊക്കെ ഹാൻഡ് വർക്ക്. ഫുൾ ഹാൻഡ് വർക്ക്. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എല്ലാം ഭംഗിയുണ്ട്. ഓക്കെ ഓക്കെ. ഈ പില്ലോ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് എനിക്കറിയാം. ഇത് ഇങ്ങനെ ആക്കുമ്പോ ഇങ്ങനെ മോളുടെ ഫ്രണ്ടുമാണ്. ഓക്കെ നോക്കട്ടാ, ഇത് എനിക്കറിയാം. ഇത് നല്ല രസം ചെയ്യാൻ. എന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോ ഇങ്ങനെ വരും. പക്ഷെ അത് മേളിലോട്ടാക്കും. ശരി. അപ്പൊ പെട്ടെന്ന് മോളുടെ പേര് ഞങ്ങൾ അപ്പു എന്ന് വിളിക്കും. അപ്പു ഇത് ഗിഫ്റ്റ് ചെയ്താണ് ആരെങ്കിലും. ഓക്കെ, ക്യൂട്ട്. ഇത് കൊറേ കാലായി തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ഈ വീട്ടിലെ ഈ ബെഡ്റൂമിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബാൽക്കണിയാണ് അല്ലേ? ബാൽക്കണി ഇനി കുറെ ഇരിക്കാനുള്ള സ്പേസ്. ഇവിടെ എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? കുറച്ച് പായൽ പിടിച്ച് കിടക്കുന്നുണ്ട്. മഴ പെയിന്റിംഗ് ഞാൻ പറഞ്ഞില്ല, പെയിന്റിംഗ് കംപ്ലീറ്റ് ആയില്ല എന്ന് പറഞ്ഞില്ലേ. സ്വിമ്മിംഗ് പൂൾ, സ്വിമ്മിംഗ് പൂളില് കുഞ്ഞ് കുട്ടികൾക്കുള്ള പൂൾ വേണമെങ്കിൽ ഉണ്ടാക്കാൻ, വലിയ പൂൾ ഉണ്ടാക്കാൻ പറ്റില്ല. ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ചേട്ടൻ പാടാൻ തോന്നുന്ന ഒരു പാട്ട് പറയൂ. പൂജാബിംബം എനിക്ക് ഇവിടുത്തെ നട ഇപ്പൊ അടയ്ക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. ഇപ്പൊ ഇത്രയും വലിയ വീട്ടിൽ എന്താണ് CCTV ക്യാമറ ഒന്നും ഇല്ലാത്തത്? CCTV ഉണ്ട് എല്ലായിടത്തും. CCTV അകത്തില്ല, ബട്ട് കോമ്പൗണ്ടിന്റെ ഫുൾ ഇതുണ്ട്. ആണോ? വീട്ടിലങ്ങനെ ഒരു CCTV വേണ്ട. ഇവിടെയൊക്കെ വേണ്ടേ? അതെങ്ങനെ? അത് ബിഗ് ബോസ് വന്നത് കൊണ്ടാണ്. അതിപ്പോഴും മാറിയിട്ടില്ലേ? ഇവിടെയൊക്കെ ഫുൾ ക്യാമറ. അങ്ങനെയല്ല, അത് വലിയ വലിയ വീടുകൾക്ക് ക്യാമറ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ വീട് ഷൂട്ടിങ്ങിനൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഷൂട്ടിങ്ങിന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഷൂട്ടിങ്ങിന് ഇതുവരെ കൊടുത്തിട്ടില്ല. നമ്മുടെ ഒരു പ്രൈവസി അത് നഷ്ടമാവണ്ട എന്ന് കരുതിയിട്ട്. ഷൂട്ട് കൊച്ചി രാജാവ് എന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപൊക്കെ വന്ന് അങ്ങനെ ചോദിച്ചിട്ട് അകത്ത് കൊടുത്തില്ല, പുറത്ത് അവിടെ വെച്ചിട്ട്. ഇല്ല, ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് ഒരു ഷോട്ട് എടുത്തിട്ട് എന്നിട്ട് ജസ്റ്റ് ഒരു പാസിങ് ഇങ്ങനെ എടുത്തിട്ട് അന്ന് അങ്ങനെ അങ്ങ് ദിലീപും അങ്ങനെ ഉദയനും സിബിയും ഒക്കെ ആയിട്ടുള്ള ജോണിയായിട്ടൊക്കെ ഉള്ള ബന്ധത്തിന്റെ കുറച്ച് മാത്രം. അകത്തൊന്നും ഉണ്ടായില്ല, ഞാൻ തരില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരുപാട് പേര് എപ്പോഴും നമ്മുടെ ഇവിടെ ഷൂട്ടിംഗ് വീട് എഴുപന്നേലെ വീടുകൾ കാണാൻ വരുമ്പോൾ വന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ആക്ച്വലി ഇപ്പൊ നമ്മള് വന്നതിന് ഇതായിട്ടുള്ളതാണ് പറയുന്നത്. അങ്ങനെയല്ല. ഓക്കെ, ഈ ഒരു മനോഹരമായ ഒരു ഇവരുടെ കൊച്ച് അല്ലെങ്കിൽ വലിയ ഒരു വീട്ടിൽ നിന്ന് സൈൻ ഓഫ് പറയാണ് അല്ലേ? ടാറ്റ പറയട്ടെ. പക്ഷെ ഞാൻ ഇപ്പൊ പോവില്ല കേട്ടോ. ആ സൈക്കിളും കൊണ്ടാ ഞാൻ പോകുള്ളൂ, ഫുഡ് കഴിച്ചിട്ട് പോകുള്ളൂ. ഓക്കെ, ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനിസ്.